സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ശബ്ദമായിരുന്നു MVR എന്ന MV രാഘവൻ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ട് ഇന്ന് 11 കൊല്ലം തികയുന്നു. കുറുക്കിക്കൊള്ളുന്ന പ്രസംഗം, സംഘടനാ പാഠവും ഇതൊക്കെ MVRനെ വലിയ ജനകീയ നേതാവാക്കി. പതിനാറാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച MVR 70കളിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയം കെട്ടിപ്പടുത്തു. AKG ആയിരുന്നു MVRന്റെ രാഷ്ട്രീയ ഗുരു. CPIM മലബാറിലെ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറുന്നത് MVR ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. നക്സലിസത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ നിരവധി പാർട്ടി അംഗങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ MVRന് കഴിഞ്ഞു. കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബദൽ രേഖ 1985 അവതരിപ്പിച്ചതോടെ MVR പാർട്ടിക്ക് അനഭിമതനായി. പാർട്ടിക്കകത്ത് ഗ്രൂപ്പുണ്ടാക്കുന്നു എന്നാരോപിച്ച് MVRനെതിരെയും നടപടിയുണ്ടായി. 1986 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തുടർന്ന് CMP രൂപീകരിച്ചു. 1987 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFുമായി സഖ്യമുണ്ടാക്കി. K കരുണാകരൻ, AK ആന്റണി മന്ത്രിസഭകളിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയായി. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പാണ് MV രാഘവന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിഴൽ വീഴ്ത്തിയ സംഭവം. MVR മുൻകൈയെടുത്താണ് പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം തുടങ്ങിയത്. 10 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച രാഘവൻ 3 തവണ മാത്രമാണ് പരാജയപ്പെട്ടത്. ശക്തമായി എതിർത്ത നേതാക്കൾ തന്നെ പിന്നീട് രാഷ്ട്രീയ സഹകരണത്തിനായി MVRനെ സമീപിച്ചു, ചർച്ചകൾ നടത്തി. ഔപചാരികമായ മടക്കം സാധ്യമാകും മുൻപായിരുന്നു ആ വിടവാങ്ങൽ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.